ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സൗത്ത് ഗോവയിലെ ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റെസ്റ്റോ ബാർ എന്ന് തന്നെ പറയാം. കാര്യം ഈ സെറ്റപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലോ അല്ലേ, ഗോവയിലെ ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റിലും ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. അതൊക്കെ പോട്ടെ, നമ്മൾ അതിനൊന്നല്ലല്ലോ വന്നത്, നമ്മൾ വന്നത് ഫുഡ് കഴിക്കാനല്ലേ. നമുക്ക് നേരെ ഫുഡിലോട്ട് കിടക്കാം. ഈ ചേട്ടൻ്റെയാണ് കേട്ടോ ഈ കട. ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫിഷ് പ്ലേറ്ററോ ഫിഷ് ഐറ്റംസ് മാത്രം മതിയെന്ന്. അങ്ങനെ ചേട്ടൻ കൊണ്ട് വെച്ച ഫിഷുകളാണ് കേട്ടോ ഇതൊക്കെ. ലോബ്സ്റ്ററും ക്രാബും നെയ്മീനും ആവോലി. നെയ്മീനും ആവോലിയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ, ഈ ക്രാബ്. പക്ഷേ ഇത് വെറും ക്രാബല്ല, മഡ് ക്രാബ്. അപ്പോൾ അവർ പറഞ്ഞു മഡ് ക്രാബിനെ ഒരു പ്ലേറ്റർ രീതിയിലാക്കി തരാമെന്ന്. പ്ലേറ്ററിന് വേണ്ടി ഒരു 25 മിനിറ്റ്സ് നമ്മളോട് ചോദിച്ചു കേട്ടോ. ആ 25 മിനിറ്റ് കൊണ്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ ലെമൺ റൈസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടാക്കിയാണ് അത് തരുന്നത് കേട്ടോ, ആ പ്ലേറ്റിലുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ലൈമ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈമ് വാങ്ങിച്ചു. അപ്പോൾ കാശിക്കൂട്ടന് ലൈം മാത്രം പോരാ, അവന് പൈനാപ്പിൾ ജ്യൂസാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ അവനൊരു പൈനാപ്പിൾ ജ്യൂസും കൂടെ ഞങ്ങൾ മേടിച്ചു. അതൊക്കെ കുടിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് ഏതാണ്ട് 25 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളുടെ ഫുഡ് എത്താറായി. അപ്പോൾ അത് ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാര്യം ഇത്രയും അടിപൊളി നല്ല പ്ലേറ്റർ, അടിപൊളി, കാണാൻ നല്ല രസമല്ലേ. ഇത് ആ ചേട്ടൻ അതിനെ എടുത്തിട്ട് ഈ ഒരു കട്ടർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ചേട്ടൻ തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇതാ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഫ്ലഷൊക്കെ കാണിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം ഊറണം. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും വായിൽ നിന്ന് പോയിട്ടില്ല. ഒരുപാട് ഫ്ലഷ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പറയും ബാക്കി നിങ്ങൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ മലയാളികളാണല്ലോ, നമുക്കിതിനൊന്നും വയ്യല്ലോ. ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കാം, കൈയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം, ഈ പ്ലെയറൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ കട്ട് ചെയ്ത് വെച്ച പീസ് എൻ്റെ ഈ ഒരു കുട്ടി സാധനം എടുത്തുകൊണ്ട് പോയി. പിന്നെ അവൻ്റെ നിന്ന് കൈയിട്ട് ഞാനും എടുത്ത്. എനിക്ക് പണിയെടുക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അവർ പൊട്ടിച്ചിട്ട സാധനം എടുത്ത് വെച്ച് ഞാൻ കഴിച്ചു. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും എനിക്ക് കഴിക്കാൻ തോന്നി. എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് വേറെ സാധനം ലെമൺ റൈസ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോവയാണ്, അത്യാവശ്യം നല്ല പ്രൈസാവും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ. പിന്നെ നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ലൊക്കേഷൻ പറഞ്ഞുതരാം, ഫുഡ് ലാൻഡ് ബാർ റെസ്റ്റോറൻറ്റ് നിയർ കോൾവ ബീച്ച്. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ.